ഹലോ, വെൽക്കം ബാക്ക് ടു ടെറർ വിത്ത് അനല. കുറച്ച് ദിവസമായിട്ട് തിരക്കിലൊക്കെ ആയിരുന്നു. ജൂലൈ മാസം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ദിവസങ്ങളായി. എങ്കിലും ജൂലൈ മാസത്തിലെ ബാക്കി എങ്ങനെയുണ്ടാവും ഈ ദിവസങ്ങൾ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ജൂലൈ മന്തിലെ ഓവറോൾ റീഡിംഗ് ആണ് ചെയ്യുന്നത്. കരിയർ, ലവ്, ഫൈനാൻസ്, ഹെൽത്ത്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ഈ ഏരിയയിലൊക്കെ എന്താണ് പ്രതീക്ഷിക്കാവുന്നത് എന്ന് നമുക്ക് നോക്കാം. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പുതിയൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഓൺലൈനിൽ ഒരു 40 മിനിറ്റ്സ് മോർണിംഗ് ടൈമിലാണ് മീറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, കുറച്ച് സ്കിൻ കെയർ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് നമ്മൾ സ്ത്രീകൾ പൊതുവേ സമയമില്ലാത്തപ്പോൾ അവനവൻ്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ കൂടുതലും ഒഴിവാക്കുക. അങ്ങനെ വരാതിരിക്കാനായിട്ട് സെൽഫ് കെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പിന്നെ ബോണസായിട്ട് ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ, അതൊരു നാട്ടിലെ 9 മണി മുതൽ 9:40 വരെ ഒരു മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് കൂടി തുടങ്ങാനായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ ബോണസായിട്ട് വരുന്നതാണ്. രാവിലത്തെ ക്ലാസ്സാണ് മെയിനായിട്ട് വരിക. ഈവനിങ് ക്ലാസ് ഇപ്പോൾ നമ്മളത് അതിൻ്റെ കൂടെ ബോണസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കൽ മെമ്പർഷിപ്പ് എടുത്താൽ പിന്നെ മന്ത്ലി വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. വൺസ് യു ആർ എ മെമ്പർ, യു ആർ ഓൾവേസ് എ മെമ്പർ. നമ്മൾ എത്ര കാലം ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നു അത്രയും കാലം നിങ്ങൾക്ക് ഓൺലൈനിൽ മീറ്റിംഗ് ജോയിൻ ചെയ്യാം, പ്രാക്ടീസുകളൊക്കെ ചെയ്യാം. എന്താ പറയുക, നമ്മളുടെ സ്ത്രീകൾക്ക് ഒരു കൂട്ടായ്മ തന്നെ ആകുമ്പോൾ നമ്മളിത് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മടിക്കും. എല്ലാം അറിയാം, നമുക്ക് ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മളതിനുള്ള സമയം കണ്ടെത്തില്ല, മടിച്ചിരിക്കും. ആ ഒരു മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരേപോലെയുള്ള സ്ത്രീകൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല നമ്മളതിലൂടെ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യുക. സൺഡേ മാത്രം നമുക്ക് ക്ലാസ് ഇല്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും മോർണിംഗ് ക്ലാസ്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, യെസ്. നമ്മുടെ ജൂലൈ മാസത്തിലെ നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. യെസ്, ജൂലൈ മന്ത് ഓവറോൾ എനർജി. നൈറ്റ് ഓഫ് കപ്സ്, ബ്യൂട്ടിഫുൾ. അതായത് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത്. കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലോ ആയിരിക്കാം ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കല്യാണമൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള പ്രപ്പോസൽ വരാനുള്ള ഒരു ചാൻസ്, ജോലി അന്വേഷിക്കുന്നവർക്ക്, പുതിയ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ ഒക്കെ ഒരു ഇൻ്റർവ്യൂ കോളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓവറോൾ എനർജി ആയിട്ട് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. വെരി ബ്യൂട്ടിഫുൾ. ഇനി നമ്മളുടെ ലവ് ലൈഫിൽ പർട്ടിക്കുലർലി എന്താണ് ലവ് ലൈഫിൽ വരാൻ പോകുന്നത് എന്ന് നോക്കാം. വാട്ട് ഈസ് കമ്മിങ് അപ്പ് ഇൻ ലവ് ലൈഫ്? 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഉള്ള റിലേഷനുകളിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള എഫേർട്ട് ഇടേണ്ടി വരും. അതായത് ലവ് ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള ചില സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയമാണ്. സ്കില്ലെന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു സ്കില്ല് ആണെന്ന് നമ്മൾ ചില കേസുകളിലെങ്കിലും പറയേണ്ടി വരും. കാരണം നമ്മൾ ഒരു പുരുഷൻ്റെ ഒരു മേക്ക് അല്ല സ്ത്രീയുടെ മേക്ക്, അത് പരസ്പരം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. രണ്ടു കൂട്ടരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്, രണ്ടു കൂട്ടരും ഒരുപോലെയല്ല സൈക്കോളജിക്കലി ആൻഡ് ഫിസിക്കലി ഫങ്ഷൻ ചെയ്യുന്നത്, രണ്ട് രീതിയിലാണ് അല്ലേ. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവർക്ക് റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേയാൾ എന്നെപ്പോലെ തന്നെ ചിന്തിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിക്ക് മാത്രം കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പുകളിൽ അത് ബെറ്റർ ആക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമായിട്ടാണ് ജൂലൈ മാസം കാണുന്നത്. നിങ്ങൾക്ക് കുറച്ച് റിലേഷൻഷിപ്പിൽ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും, അതൊന്ന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഇതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ലവ് റിലേഷൻ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ഇത്
നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കരിയർ നോക്കാം. വാട്ട് ഈസ് കമ്മിങ് അപ്പ് ഇൻ യുവർ കരിയർ ഇൻ ദ മന്ത് ഓഫ് ജൂലൈ? ജസ്റ്റിസ്, നീതി കിട്ടാൻ പോകുന്നു. നിങ്ങൾ എന്ത് എഫേർട്ടാണോ കൊടുത്തിട്ടുള്ളത് അതിന് തക്ക രീതിയിലുള്ള എന്താ പറയുക ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ജസ്റ്റിസ് കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ ഫെയറായിട്ട് നീതിയുക്തമായിട്ട് പെരുമാറുക എന്നും ഈ കാർഡിനൊരു മീനിങ് ഉണ്ട്. ഏതാണോ നിങ്ങളുടെ ലൈഫിൽ റെസനേറ്റ് ആവുന്നത് അത് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക, നീതിയുടെ ഭാഗത്ത് നിൽക്കുക, എന്താ പറയുക അനീതികൾ കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്തുക, അതിനെതിരെ പ്രവർത്തിക്കുക എന്നൊക്കെ മീനിങ് വരുന്ന ഒരു കാർഡ് കൂടിയാണ് ഇത്. ഏതാണോ നിങ്ങൾക്ക് ലൈഫിൽ ആപ്ലിക്കബിൾ ആവുന്നത് അതെടുക്കുക. കരിയറിൽ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു നിലപാടെടുത്ത് നിൽക്കാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിനാൻസ് എനർജിയിലേക്ക് പോവാം. 2 ഓഫ് കപ്സ്, വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി വന്നിട്ടുണ്ട്. കണക്ഷൻസ്, നിങ്ങൾക്ക് എന്താ പറയുക സുഹൃത്തുക്കൾ വഴി ഒക്കെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പാസ്സായി കിട്ടാനോ, ധനപരമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ, നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ വഴി ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഇത്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴി, കണക്ഷൻസ് വഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചെറുതാണെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യതയാണ് ഫൈനാൻഷ്യലി കാണുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം. 4 ഓഫ് വൺസ്, ഇന്നെല്ലാം പോസിറ്റീവ് എനർജി ആണല്ലോ. 4 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് ആക്ച്വലി ഓക്കെ ആണ്. 4 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സെലിബ്രേഷൻ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ അച്ചീവ്മെൻറ്റ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 2 കിലോസ് കുറയ്ക്കുക, അല്ലെങ്കിൽ 5 കിലോ കുറയ്ക്കുക എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു എക്സസൈസ് ഇത്ര പ്രാവശ്യം ചെയ്യാൻ സാധിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾക്ക് അത് ഹിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെൽത്ത് പതുക്കെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഒന്ന് ബെറ്ററായിട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് നല്ല എനർജിയാണ് കേട്ടോ. പിന്നെ ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ശരീരം ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക എന്നുള്ള ഒരു എനർജി കൂടി വരുന്നുണ്ട്. ഇനി നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ മൂല്യങ്ങൾ, ഓക്കെ, അതിൽ എന്താണ് നമുക്ക് ഈ മാസം വരുന്നത് എന്ന് നോക്കാം. ഡെത്ത് കാർഡ്. ഇത് ഒരിക്കലും എന്താ പറയുക ഫിസിക്കൽ ഡെത്ത് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. മാനസികമായിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ, ഇത്ര നാളും നിങ്ങൾ കൊണ്ടു നടന്ന ചിലപ്പോൾ ബേർഡൻസ് നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കാം. ഒരുപാട് കാലമായിട്ട് ആരോടെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന ദേഷ്യം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് ഓക്കെ സാരമില്ല ക്ഷമിച്ചേക്കാം എന്ന് വിചാരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവനവനോട് തന്നെ പണ്ട് എപ്പോഴെങ്കിലും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് അവനവനോട് തന്നെ ക്ഷമിക്കാൻ തീരുമാനിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തോ ഒരു മാറ്റമാണ് നിങ്ങളിൽ ഉണ്ടാവുന്നത്, ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സ്പിരിച്വലി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും എല്ലാ ആൾക്കാരും സ്പിരിച്വൽ അല്ല എന്നൊക്കെ പറയാം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങളൊരു ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയാണോ, നിങ്ങൾ സ്പിരിച്വലാണ്. ഓക്കെ, ഇതിന് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നാമജപവുമായിട്ട് ഈ കാവ്യമൊക്കെ കൊടുത്ത് രുദ്രാക്ഷമൊക്കെ ഇട്ട് അല്ലെങ്കിൽ ദൈവവിചാരവുമായി കഴിയുന്ന ആളുകൾ, അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പാടെ തെറ്റാണ്. അതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതും സ്പിരിച്വാലിറ്റി ആണ്, അത് ഒരു തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ്. ഓക്കെ, സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന മനുഷ്യർക്കും ഉള്ളതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മൂല്യങ്ങൾ, നമ്മൾ വില കൊടുക്കുന്ന ചില വാല്യൂസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെയാണ് സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം. നമ്മുടെ സത്യം, ധർമ്മം, നീതി, അഹിംസ, സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണല്ലോ. അത് തന്നെയാണ് സ്പിരിച്വാലിറ്റി. ഓക്കെ, അത് അവനവനോട് തോന്നുന്നതും മറ്റുള്ള ജീവികളോട് തോന്നുന്നതുമായിട്ടുള്ള നമ്മുടെ ഫീലിങ്സ്, നമ്മളുടെ മൂല്യങ്ങൾ, ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള സൈനായിട്ടാണ് ഈ ഡെത്ത് കാർഡ് ഇവിടെ എടുക്കേണ്ടത്. കാരണം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, വിട്ടുകളയാൻ പഠിക്കുന്നുണ്ട്.
അത് സ്പിരിച്വാലിറ്റിയിൽ വളരെ വലിയ പുരോഗമനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലെറ്റിംഗ് ഗോ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളോട് ഉപദ്രവിച്ചിട്ടുള്ളവരെ, വേദനിപ്പിച്ചിട്ടുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ വളർച്ച ഉണ്ടാകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഈ കാർഡ്സ് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ നോക്കിയത് ഈ ഓരോ ഏരിയകളിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ഓരോ ഏരിയയിലും നമുക്ക് വരുന്ന ചലഞ്ച് എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ഇത് നോക്കാം. ആദ്യം ലവ് ലൈഫിൽ എന്താണ് നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് വരുന്നത്, അത് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. ലവ് ലൈഫിൽ നമുക്ക് വരുന്നത് മൂൺ എനർജി ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. ലവ് ലൈഫിൽ നമുക്ക് വന്നിട്ടുള്ള ജനറൽ റീഡിങ്ങിൽ, അതായത് നമ്മുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിട്ടുള്ളത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ചെറിയ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പുകളിൽ സത്യമേത് മിഥ്യേത് എന്നുള്ള തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകും കേട്ടോ. ഇതിന് എങ്ങനെയാണ് നമ്മളൊരു പരിഹാരം കണ്ടുപിടിക്കേണ്ടത്? വീൽ ഓഫ് ഫോർച്യൂൺ. ടൈം കൊടുക്കുക, കാത്തിരിക്കുക. എന്താ പറയുക, ലൈഫ് ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എപ്പോഴും ഒരുപോലെയല്ല അത് പോകുന്നത്, ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചില പ്രശ്നങ്ങൾ ടൈമിന് മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുക. ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല എന്നുള്ള തിരിച്ചറിവും ഉണ്ടാവുക. സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട്, ശരിയായ നീതിയുക്തമായ രീതിയിലുള്ള എഫേർട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക. ടോക്സിക് റിലേഷനുകളിൽ നിന്നും പുറത്തു വരിക എന്നൊരു മീനിങ് കൂടി ഉള്ള ഒരു കാർഡാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിലയിരുത്തുക, അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യണോ പുറത്തു വരണോ എന്നുള്ള വൈസായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, ഇനി കരിയറിൽ എന്താണ് ചലഞ്ച് വരുന്നത്, അതിനുള്ള ഒരു പരിഹാരം എന്താണ്? കരിയറിൽ ചലഞ്ച് സൺ കാർഡ് ആൻഡ് പരിഹാരമായിട്ട് എംപററാണ് വരുന്നത്. കരിയറിൻ്റെ നമ്മുടെ ഓവറോൾ വന്നത് ജസ്റ്റിസ് കാർഡായിരുന്നു. അപ്പോൾ ജസ്റ്റിസും സണ്ണും കൂടി വരുമ്പോൾ അത് എന്താ പറയുക, നിങ്ങളുടെ ഒരു ഹീലിങ്ങിലേക്കുള്ള ഒരു വഴിയാണ് തുറക്കുന്നത് എന്ന് മനസ്സിലാക്കണം. വളരെ ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് മാറാനുള്ള നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് ഒരു നൈറ്റ് ഓഫ് കപ്സ് വന്നിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് അത് ഉപയോഗിക്കുക, ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക, ഉപയോഗിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ്. കാരണം എംപറർ കാർഡ് ഒരു സ്ട്രക്ചർ, ലീഡർഷിപ്പ്, അതോറിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കാർഡാണ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ചില നിങ്ങൾ അറിയാതിരുന്ന ചില കാര്യങ്ങൾ, സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. സൺ കാർഡ് ഒരു ഹീലിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈറ്റ്, നിങ്ങളുടെ ലൈഫിൽ കരിയറിൽ ഉണ്ടായിരുന്ന കുറേ ഇരുട്ട് നിറഞ്ഞ ഭാഗത്തേക്ക് വെളിച്ചം വീഴുന്നു. കാണാതിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഫിനാൻസ് നോക്കാം. ഫിനാൻസിൻ്റെ നമ്മുടെ ഓവറോൾ എനർജി നല്ല എനർജി ആയിരുന്നു വന്നത് അല്ലേ. 2 ഓഫ് കപ്സ് ആയിരുന്നു. എന്ത് ചലഞ്ചാണ് വരാൻ ചാൻസ് ഉള്ളത് നോക്കാം. എങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടത് എന്ന് നോക്കാം. കപ്പ് എനർജിയാണ് വന്നിട്ടുള്ളത് ഫിനാൻസിൽ. ഓക്കെ, പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഇമ്മച്വർ എനർജിയാണ്. ഇതൊരു ചലഞ്ചായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ആളുകളെ, പ്രത്യേകിച്ച് ഫിനാൻസ് ആണല്ലോ, ആളുകളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അവരെ വിശ്വസിക്കരുത് എന്നുള്ള ഒരു എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. കാരണം ഇതൊരു പേജ് ഓഫ് കപ്സ് ആണ്, ഒരു ഇമ്മച്യൂരിറ്റിയുടെ കാർഡാണ്. ഇത് ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. പരിചയക്കുറവ്, ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ പരിചയമില്ലാത്ത, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു എനർജിയാണ്. കാരണം നമുക്ക് 2 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. കണക്ഷൻസ് ആണ് ആ കാർഡിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 7 ഓഫ് കപ്സ്, കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒറ്റൊരു വഴി മാത്രമല്ല ഉള്ളത്, പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്നും കറക്റ്റായിട്ടുള്ളത് ആലോചിച്ച് ചിന്തിച്ച് വൈസായിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആണ് ഫിനാൻസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഹെൽത്തിൻ്റെ കാര്യത്തിലുള്ള ചലഞ്ച് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക എന്ന് നോക്കാം.
ഹെൽത്തിൽ നമുക്ക് ചലഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നമുക്കൊന്ന് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ നിർത്തിവെക്കരുത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് സ്ലോ മൂവ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇടുന്ന എഫേർട്ടിന് ഫലം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കൺസിസ്റ്റൻസിയാണ് നമുക്ക് റിസൾട്ട് എപ്പോഴും തരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ നല്ല ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, വളരെ നല്ല കാര്യം. ഹെൽത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. കണ്ടിന്യൂ ചെയ്യുക. റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ ആ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഹെൽത്ത് കാർഡിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സ്പിരിച്വാലിറ്റി നോക്കാം. എന്താണ് സ്പിരിച്വാലിറ്റിയിലൊരു ചലഞ്ച് വരിക, അതിന് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കാൻ നോക്കാം. വീണ്ടും നമുക്ക് 2 മേജർ അർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട്. ചലഞ്ചായിട്ട് വരാൻ പോകുന്നത് ഡബിൾ കാർഡാണ്. നമുക്ക് എംപ്രസ് എനർജിയിലാണ് നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ചില ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സംഭവിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ, നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ എനർജി നിങ്ങളിലേക്ക് വരുന്നത്. ഇത് ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അത് ലൈഫിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരും. അത് എന്താണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം അത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനാണ്, സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ആ കൊണ്ടുവരുന്നത്. ആ സമയത്തുള്ള പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ഗ്രോത്താണ്. എംപ്രസ് എനർജി കൊണ്ടാണ് നമ്മളതിനെ മറികടക്കേണ്ടത്. എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ അമ്മ എന്നൊരർത്ഥമുണ്ട്, അബണ്ടൻസ് എന്നൊരർത്ഥമുണ്ട്, ക്രിയേറ്റിവിറ്റി എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചില എന്താ പറയുക നിർബന്ധിതമായിട്ടുള്ള അവസ്ഥകൾ ലൈഫിൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നിങ്ങൾ മറികടക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അമ്മയുടെ സ്ഥാനമുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു സ്ത്രീ വഴിയായിട്ട് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഉണ്ടാവുക. എല്ലാവർക്കും അല്ല, പല രീതിയിലായിരിക്കും പലർക്കും വരുന്നത്. സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉള്ള ചില പരീക്ഷണങ്ങൾ ലൈഫിൽ ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അത് പരിഹരിക്കപ്പെടും. കാരണം ഇത് രണ്ടും ഹൈ എനർജി കാർഡുകളാണ്. അതിൻ്റെ പരിഹാരവും ഹൈ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള പരിഹാരവും അതിൻ്റെ കൂടെ തന്നെ കിട്ടും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു മാസം മൊത്തത്തിൽ ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു മാസമായിരിക്കും. കൂടുതലും പോസിറ്റീവ് എനർജി തന്നെയാണ് വരുന്നത്. ചില പരീക്ഷണങ്ങൾ വരുമെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. സോ ഈ അനുഗ്രഹങ്ങൾക്ക് യൂണിവേഴ്സിന് താങ്ക്സ് പറയുക. ഇന്നത്തെ നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ എംപ്രസ് എനർജി എടുക്കാം. എംപ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവർത്തിനി എന്നാണ്. ആ വേർഡ് കമൻറ്റ് ചെയ്യുക. ആ വേർഡിൻ്റേതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ അബണ്ടൻസും, എല്ലാ സന്തോഷവും, സമൃദ്ധിയും, എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ എംപ്രസ് എന്ന വാക്ക് കമൻറ്റ് ചെയ്യുക. EMPRESS എംപ്രസ്, ചക്രവർത്തിനി എന്ന വാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.